നമ്മൾ എത്ര വില കൂടിയ ഫോൺ മേടിച്ചാലും എത്ര റാം കൂടിയ ഫോൺ മേടിച്ചാലും ചില സമയത്ത് ഫോൺ ഭയങ്കര സ്ലോ ആയിരിക്കും, ഭയങ്കരമായിട്ട് ഹാങ് ആവുകയും ചെയ്യും. പക്ഷേ നമ്മൾ ഫോണിൻ്റെ ഈ രണ്ട് ട്രിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര റാം കുറഞ്ഞ എത്ര വില കുറഞ്ഞ ഫോണാണെങ്കിലും വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് ചെയ്യുന്നതിന് വേണ്ടി ഫോണിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും മേളിലൊരു സെർച്ച് ഉണ്ട്, അവിടെ അനിമേഷൻ എന്ന് സെർച്ച് ചെയ്യുക. ശ്രദ്ധിക്കുക, സൈഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, അതേപോലെ അനിമേഷൻ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉണ്ടോ കുറേ ഓപ്ഷൻസ് വരും. ഇവിടെ രണ്ടാമതായിട്ട് റിമൂവ് അനിമേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ഫോണിലെ അനിമേഷൻ റിമൂവ് ചെയ്യുന്ന ഒരു സെറ്റിങ്സ് ആണ്. അത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അവിടെ നിന്ന് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് റിമൂവ് അനിമേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഈ റിമൂവ് അനിമേഷൻ ഓൺ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫോൺ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അത് ഓപ്പണായി വരുന്നതും അതേപോലെ ഓരോ സെറ്റിങ്സ് എടുക്കുമ്പോഴും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴും ഇതൊക്കെ ഓപ്പണായി വരുന്നത് ഒരു അനിമേഷൻ്റെ സഹായത്തോടെയാണ്. അപ്പോൾ ഈ അനിമേഷൻ വർക്കാകുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ കുറച്ച് ഹാങ് ആയിട്ട് നിൽക്കും, അല്ലെങ്കിൽ കുറച്ച് ലാഗിങ് ഉണ്ടാകും. പക്ഷെ നമ്മൾ ഈ റിമൂവ് അനിമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആപ്ലിക്കേഷനിലെയും സെറ്റിങ്സിലേക്ക് അനിമേഷൻ പൂർണ്ണമായിട്ടും ഒഴിവാകുകയും ആപ്ലിക്കേഷൻ പെട്ടെന്ന് വർക്കാവുകയും ചെയ്യും. അതേപോലെ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി നമുക്ക് കൂടുതൽ കാലം കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് കൂടെ ഉണ്ട്. അത് ചെയ്യാൻ വേണ്ടി ഫോണിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കുറച്ച് താഴെ വരുമ്പോൾ ആപ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ചില ഫോണുകളിൽ ആപ്സ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ എന്നായിരിക്കും, അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഇവിടെ മൂന്നാമതായിട്ട് ഒരു ഓപ്ഷൻ കാണാൻ കഴിയും, ബാക്ക്ഗ്രൗണ്ട് ഓട്ടോ റീസ്റ്റാർട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടോ. ബാക്ക്ഗ്രൗണ്ട് ഓട്ടോ സ്റ്റാർട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇവിടെ മൂന്നാമതായിട്ട് കാണാൻ കഴിയും. അത് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക. ഉണ്ടോ, ഇവിടുന്ന് അതൊന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഓട്ടോ സ്റ്റാർട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഇവിടെ ഓണായി കിടക്കുന്ന കാണാം. ഇതെല്ലാം നമ്മൾ ഓഫ് ചെയ്യുക. ഇത് ഓഫ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഫോൺ ഓണാക്കുന്ന സമയത്ത് ഈ ആപ്ലിക്കേഷനൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഓട്ടോ സ്റ്റാർട്ടായിട്ട് വർക്കാവും. അപ്പോൾ നമ്മുടെ ഫോൺ ഹാങ് ആകും, അതേപോലെ സ്പീഡും കുറവായിരിക്കും, ഭയങ്കരമായിട്ട് ഹീറ്റാകുകയും ചെയ്യും. അതുകൊണ്ട് ഇതെല്ലാം ഓരോന്നും ഓഫ് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് ഓട്ടോ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ കിടക്കുന്ന ആപ്ലിക്കേഷൻ മൊത്തം ഇതേപോലെ ഓഫ് ചെയ്യുക. ഈ രണ്ട് കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ ഭയങ്കര ഫാസ്റ്റായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഫോൺ ഹീറ്റിംഗ് ഉണ്ടാവില്ല, അതേപോലെ ബാറ്ററി പെട്ടെന്ന് തീരത്തില്ല. ബാറ്ററിയുടെ ലൈഫ് നമുക്ക് കൂട്ടാനും പറ്റും. വളരെ സിമ്പിളായിട്ടുള്ള രണ്ട് ട്രിക്കുകളാണ്. നിങ്ങളത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്രമാത്രം അത് എഫക്റ്റീവ് ആണെന്ന് പറയുക. ഇനി നിങ്ങളുടെ ഫോണിൽ ഈ സെറ്റിങ്സ് ഒന്നും ഇല്ലെങ്കിൽ മോഡൽ ഏതാണെന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ ഫോണിൽ ചെയ്യുക, ഫോൺ സ്പീഡാക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.